പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589939335. രോഗവും ദുരിതവും വേട്ടയാടിയ ഒരു കുടുംബത്തിന് കൈത്താങ്ങായി നാട്ടുകാരും ജനപ്രതിനിധികളും കൈകോർത്തപ്പോൾ മുണ്ടത്തിക്കോടിൽ സ്നേഹവീടൊരുങ്ങി. വൃക്ക രോഗിയായ രംഗനും അർബുദബാധിതയായ സന്ധ്യയും അടങ്ങുന്ന കുടുംബത്തിനാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. ജനുവരി 12 തിങ്കളാഴ്ച രാവിലെ 9:30-ക്കും 10:30-ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ വീടിന്റെ താക്കോൽ കൈമാറ്റം നടക്കും. വിധിയുടെ ക്രൂരതയിൽ തളർന്ന മുണ്ടത്തിക്കോട് സ്വദേശി രംഗന്റെയും സന്ധ്യയുടെയും കുടുംബത്തിന് ഇനി സ്വന്തം വീടിന്റെ സുരക്ഷിതത്വം. ആഴ്ചയിൽ 3 ഡയാലിസിസിന് വിധേയനാകുന്ന രംഗനും കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരിക്കെ അർബുദം ബാധിച്ച സന്ധ്യയും വലിയ പ്രതിസന്ധിയിലായിരുന്നു. ചികിത്സയ്ക്കും ഭക്ഷണത്തിനും മക്കളുടെ പഠനത്തിനും ബുദ്ധിമുട്ടിയിരുന്ന ഈ കുടുംബത്തെ ചേർത്തുപിടിക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് 51 അംഗ ജനകീയ സമിതി രൂപീകരിച്ചു. നഗരസഭ മുൻ കൗൺസിലർ കെ അജിത് കുമാർ ചെയർമാനായും അനിൽ കുന്നൂർ കൺവീനറായും ടി പത്മനാഭൻ കോർഡിനേറ്ററുമായാണ് സമിതി പ്രവർത്തിച്ചത്. കൗൺസിലർമാർ കെ എൻ പ്രകാശൻ, കെ ഗോപാലകൃഷ്ണൻ, രമണി പ്രേമദാസൻ എന്നിവർ രക്ഷാധികാരികളായി. വിവിധ സന്നദ്ധ സംഘടനകൾ, ആരാധനാലയങ്ങൾ, നഗരസഭ എന്നിവരുടെ സഹായത്തോടെ 15 ലക്ഷം രൂപ സമാഹരിക്കാൻ സമിതിക്ക് സാധിച്ചു. തർക്കത്തിൽ കിടന്നിരുന്ന കുടുംബസ്ഥലത്തു നിന്നും 5 സെന്റ് ലഭ്യമാക്കിയാണ് 3 മാസം കൊണ്ട് 650 ചതുരശ്ര അടിയിൽ സൗകര്യങ്ങളുള്ള വീട് നിർമ്മിച്ചത്. തുടർ ചികിത്സയും മക്കളുടെ വിദ്യാഭ്യാസവും സമിതിയുടെ നേതൃത്വത്തിൽ ഉറപ്പാക്കുന്നുണ്ട്. നാടിന്റെ നന്മയും ഒത്തൊരുമയും കൊണ്ട് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന സന്തോഷത്തിലാണ് മുണ്ടത്തിക്കോട്ടെ ജനങ്ങൾ. ജനുവരി 12 തിങ്കളാഴ്ചയാണ് വീടിന്റെ താക്കോൽ കൈമാറുന്നത്.